രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ കിട്ടിയത് ഒരു ടീ ആണ്. അതും കുടിച്ചിട്ട് നമ്മൾ കുളുക്കുമല ട്രെക്കിങ്ങിന് വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ ടെൻറ്റിൽ നിന്ന് മുകളിലോട്ട് വന്നപ്പോൾ നമുക്ക് പോകാനുള്ള ജീപ്പൊക്കെ അവിടെ വന്ന് റെഡി ആയിട്ടുണ്ട്. അവിടുന്ന് നമ്മൾ കുറച്ച് യാത്ര ചെയ്ത് നമ്മളിവിടെ ഒരു മെയിൻ എൻട്രൻസ് ഉണ്ട്. ഇവിടെയാണ് ടിക്കറ്റൊക്കെ എടുക്കുന്നത്. നമ്മളിവിടെ എത്ര പേര് പോകുന്നുണ്ടെന്നൊക്കെ രജിസ്റ്റർ ചെയ്തിട്ട് വേണം നമ്മൾ മുകളിലോട്ട് കയറാൻ. അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം മുന്നോട്ട് പോകുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല ഒരു ഓഫ് റോഡ് തന്നെയാണിത്. നമുക്കിങ്ങോട്ട് ജീപ്പിന് മാത്രമേ വരാൻ സാധിക്കത്തുള്ളൂ. നമ്മൾ ആ കണ്ട എൻട്രൻസിൻ്റെ അവിടുന്ന് നമ്മൾ ജീപ്പ് പിടിച്ച് വേണം നമുക്ക് മുകളിലോട്ട് പോകാൻ. അല്ലാതെ നമ്മുടെ സ്വന്തം വണ്ടിക്കൊന്നും നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് പോകാൻ സാധിക്കത്തില്ല. ഒരു 45 മിനിറ്റിൻ്റെ റൈഡാണ് പറഞ്ഞിരിക്കുന്നത്. വണ്ടി പെട്ടെന്ന് തന്നെ മുകളിലോട്ട് കയറിപ്പോകുന്നുണ്ട്. നമുക്ക് ഒരു വളവിൻ്റെയൊക്കെ അവിടെ എത്തുമ്പോൾ നമുക്ക് പുറകെ വരുന്ന ജീപ്പിൻ്റെ എണ്ണം നമുക്ക് കാണാൻ സാധിക്കും. അത്യാവശ്യം നമ്മൾ മല കയറി കഴിയുമ്പോൾ നമുക്ക് പുറകെ വരുന്ന ജീപ്പുകൾ കാണുവാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വരുന്ന ആൾക്കാരുടെ എണ്ണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ഒരു 3 മണിക്കൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്പോഴും നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പുറകെയൊക്കെ വരുന്ന ജീപ്പുകൾ പല പാക്കേജുകൾ വഴി വരുന്നതാണ്. അപ്പോൾ ഒരു ജീപ്പിൽ മാക്സിമം 7 അല്ലെങ്കിൽ 8 പേരെയാണ് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. അപ്പം ഈ ഡ്രൈവർ പറഞ്ഞു ഇനി കുറച്ച് ദൂരം കൂടെ മാത്രമേ നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്താൻ വേണ്ടിയുള്ളൂ എന്നും. അപ്പം അത്യാവശ്യം നല്ല ഓഫ് റോഡ് ഉണ്ട് ഇതിൽ. എന്നാലും നമ്മൾ പെട്ടെന്നാണ് ജീപ്പിന് പോകുന്നത്. അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെയാണ് ജീപ്പ് ഓടിക്കുന്നത്. കുറച്ച് നേരം നമ്മുടെ ഈ ജീപ്പിൻ്റെ പടുത അടച്ചിട്ടിരിക്കുകയായിരുന്നു. കാരണം അത്യാവശ്യം നല്ല പൊടിയൊക്കെ ഈ ജീപ്പ് പോകുമ്പോൾ ഉണ്ട്. പിന്നെ രാത്രി ആയതുകൊണ്ട് തന്നെ കാഴ്ചകളൊന്നും കാണുവാനും സാധിക്കത്തില്ല. പിന്നെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് ആ പടുതയൊക്കെ ഒന്ന് പൊക്കി വെച്ചത്. അപ്പം നമുക്ക് വെളിയിലത്തെ കാഴ്ചകളൊക്കെ വണ്ടിയുടെ ജീപ്പിൻ്റെ വെട്ടത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ സ്ഥലത്തെത്തി. അപ്പോൾ ഈ കാണുന്നത് ഇവിടുത്തെ ഒരു ക്യാഫറ്റീരിയയാണ്. അതേപോലെ തന്നെ ഇവിടെ കുറേ സ്റ്റേകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ 2 ചായ കുടിക്കുവാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത്. പിന്നെ ഇവിടെ ടോയ്ലറ്റ് സംവിധാനമൊക്കെ ഉണ്ട്. നമുക്ക് വേണേൽ യൂസ് ചെയ്തിട്ട് നമുക്ക് മുകളിലോട്ട് കയറി പോകാവുന്നതാണ്. 2 ചായ മേടിച്ചിട്ട് നമ്മളിവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ 2 ചായക്കായത് 60 രൂപയാണ്. അപ്പോൾ ഒരു ചായക്ക് വരുന്നത് 30 രൂപയും. അപ്പോൾ ഈ കാണുന്നതൊക്കെ ഓരോ ടെൻറ്റ് സ്റ്റേ ആണ്. അപ്പം ഇവിടെ കുറച്ച് നേരം നമുക്ക് റെസ്റ്റ് ചെയ്തിട്ട് പോകാനുള്ള സമയമുണ്ടെന്നാണ് നമ്മുടെ ഡ്രൈവർ പറഞ്ഞത്. കാരണം ഒരു 100 മീറ്റർ പോലും നമുക്കിനി നടക്കാനില്ല എന്നാണ് പറഞ്ഞത്. നമുക്ക് വേണമെങ്കിൽ ഇവിടെയും വന്ന് സ്റ്റേ ചെയ്യാവുന്നതാണ്. പിന്നെ റേറ്റിലൊക്കെ കുറച്ച് വ്യത്യാസം വരും. അങ്ങനെ ഞാനും എൻ്റെ കൂട്ടുകാരെയും ചായ കുടിച്ച് മുകളിലോട്ട് കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ വന്ന് കുറച്ച് നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇതുവരെയും നേരം വെളുത്തിട്ടില്ല. അപ്പോൾ ഞങ്ങളുടെ കൂടെ പാക്കേജിലുണ്ടായിരുന്ന കുറച്ച് പേര് വേറെ ഒരു മലയിലോട്ടാണ് അവരുടെ ജീപ്പ് കൊണ്ടുപോയത്. അവരെ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ മാക്സിമം തിരക്ക് നമുക്കിവിടെ ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞിട്ടാണ് നമ്മൾ കുറച്ച് നേരം ഇവിടെ തന്നെ നോക്കി നിന്നു. അപ്പം ഞങ്ങളുടെ കൂടെ വന്നവരൊക്കെ കുറച്ച് പേര് ഇവിടെ നിന്ന് ഫാമിലി ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തു കൊടുക്കാനൊക്കെ സഹായിച്ചിട്ട് ഞാനും കുറച്ച് വീഡിയോകളൊക്കെ എടുത്തു. സൂര്യൻ ഉദിച്ചു വന്നാൽ പെട്ടെന്ന് തന്നെ അത്യാവശ്യം നല്ല ചൂട് അനുഭവപ്പെടും. പിന്നെ നമ്മൾ ഇവിടുന്ന് സൂര്യൻ ഉദിച്ചു വരുന്നൊരു വ്യൂ അത് കാണേണ്ട കാഴ്ച തന്നെയാണ്. അങ്ങനെ കുറച്ച് നേരം കൂടെ ഇവിടെ നിന്ന് ചിലവഴിച്ച് പിന്നെ താഴോട്ട് പോകാനാണ് പ്ലാന്. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് താഴോട്ട് ഇറങ്ങാൻ തുടങ്ങി. പിന്നെ ഈ സൈഡിൽ കാണുന്നതൊക്കെ വ്യൂ അടിപൊളിയാണ്. അത്യാവശ്യം നല്ല ഫോട്ടോ എടുക്കുവാൻ തന്നെ നമുക്ക് ഇവിടെ നിന്നൊക്കെ സാധിക്കുന്നതാണ്. അങ്ങനെ കൊളുക്കുമല വ്യൂ പോയിൻ്റ് ആസ്വദിച്ചതിന് ശേഷം തിരിച്ച് പോവുകയാണ്. അങ്ങനെ ഡ്രൈവർ പറഞ്ഞ സമയമായിട്ടുണ്ട്. ഇനി നമ്മൾ തിരിച്ച് ടെൻറ്റിലോട്ട് തന്നെ മടങ്ങുകയാണ്.